മറുപടി കോളൻ ക്യാൻസർ പ്ലാനിംഗ് ടു ഗോ ടു US ഫോർ ട്രീറ്റ്മെന്റ് നൗ ഇൻ അപ്പോളോ ചെന്നൈ. കുടലിന് ക്യാൻസർ ആണെന്നും അദ്ദേഹം ചെന്നൈയിൽ അപ്പോളോയിലാണെന്നും ഇപ്പോൾ. സുഹൃത്തുക്കളെ, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് അറിയുന്ന ഒരാളും ഈ ഒരു വാർത്ത വിശ്വസിക്കില്ല എന്ന് 100% ഉറപ്പാണ്. കാരണം വാർത്ത എങ്ങനെയാണ് സുഹൃത്തുക്കളെ? മമ്മൂട്ടിക്ക് ക്യാൻസർ. ഒരുപക്ഷെ തൻ്റെ ഭക്ഷണ രീതിയിൽ, മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന രീതിയിൽ, എന്തെങ്കിലും കഴിക്കുന്ന രീതിയിൽ എല്ലാറ്റിലും ഒരു വ്യത്യസ്തത പുലർത്തുകയും ഏറ്റവും നല്ല ഭക്ഷണം മാത്രം കഴിക്കുകയും അതും ആവശ്യത്തിന് മാത്രം കഴിക്കുകയും ജീവിതം അത്ര അധികം ഒതുക്കി തന്നെ അഭിനയം എന്ന് പറയുന്ന ഒരു കലയ്ക്ക് വേണ്ടി പരിപൂർണമായിട്ട് ശരീരവും മനസ്സും ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യന്റെ പേരാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ക്യാൻസർ എന്ന് പറയുന്ന ഒരു മഹാവിപത്ത്, ആ ഒരു മഹാ അസുഖം എപ്പോഴെങ്കിലും കടന്നു വരുമെന്ന് ഒരു മലയാളിയും ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. ഇപ്പോൾ ഞാൻ കേട്ട വാർത്തയാണ്, നമ്മുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ ഒരു സാജൻ സ്കറിയുടെ ചാനലിൽ വന്നിരിക്കുന്ന വാർത്തയാണ് സുഹൃത്തുക്കളെ. കേട്ടപ്പോൾ അത്ഭുതത്തോടെ ഇങ്ങനെയൊന്നും ഉണ്ടാവരുതേ, ഒരുപക്ഷെ അത് വെറുതെ തമ്പനയിൽ കൊടുത്ത ആൾക്കാരത് കാണാൻ വേണ്ടി മാത്രം കയറ്റിയതാവണേ എന്നൊക്കെ വിചാരിച്ചതാ. പക്ഷേ കേൾക്കുന്ന വാർത്ത മുഴുവൻ ശരിയാണ്. ചെയ്യുന്ന ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന 100 കോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മമ്മൂട്ടി വിട്ടുനിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ എന്ന് പറയുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്നത്. ഇത് 100 കോടിയോളം രൂപയാണ് ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. അതിന്റെ ഫണ്ടിങ് എല്ലാം വിദേശത്ത് നിന്നൊക്കെ പറയുന്നു. ആ വിദേശത്തുള്ള ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങളും സംശയങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനെ പരന്ന് നടക്കുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു 100 കോടി ചെലവുള്ള ആ ഒരു സിനിമയിൽ മമ്മൂട്ടി മാത്രമല്ല, മോഹൻലാൽ ഉണ്ട്, കുഞ്ചാക്കോ ബോബൻ ഉണ്ട്, മലയാളത്തിലെ മുൻനിര നടന്മാർ മുഴുവൻ ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു മാസ് സിനിമയാണ് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നതെന്നറിയാം. ആ സിനിമയിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മമ്മൂട്ടി വിട്ടു നിൽക്കുന്നു എന്ന് മാത്രമല്ല, മമ്മൂട്ടിയോടൊപ്പം ദുൽഖർ സൽമാൻ കൂടി പോയി എന്നാണ് കേൾക്കുന്നത്. അതും ഇവിടേക്കല്ല, വിദേശത്തേക്കാണ് പോയത്. നമ്മുടെ കൊച്ചിയിലും അമൃതയിലും ചികിത്സ കഴിഞ്ഞ ശേഷം ബയോപ്സി ടെസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നേരെ തമിഴ്നാട്ടിലേക്ക് പോകുന്നു. തമിഴ്നാട്ടിൽ ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ വിദേശത്തേക്ക് പോയി എന്നാണ് കിട്ടുന്നൊരു വാർത്ത. മമ്മൂട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുൽഖറും അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു, അവധിയെടുത്തിരിക്കുന്നു. മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ്ട് 1 മാസത്തോളം ഷൂട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി. അതിനിടയിൽ ഒരു ട്വീറ്റ് വൈറലാവുന്നത്, വരുൺ ആർ എന്ന് പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തു. ഷൂട്ടിംഗ് വരുൺ ആർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ട്വീറ്റുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ചർച്ച മുഴുവൻ നടക്കുന്നത്. ആ ട്വീറ്റ് ഇങ്ങനെയാണ്: ഷൂട്ടിംഗ് പോസ്റ്റ്പോൺഡ് ആസ് മമ്മൂട്ടി ഈസ് നോട്ട് കീപ്പിംഗ് വെൽ, he is diagnosed with a serious illness. Dulquer also taken break from the schedule of game and praying for the fast recovery മമ്മൂട്ടി എന്നുള്ള ഒരു എന്താ പറയുക ട്വീറ്റാണ് ഈ ചർച്ചയ്ക്ക് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ കാരണമായി മാറിയിരിക്കുന്നത്. അത് വരുൺ ആർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇങ്ങനത്തെ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ട്വീറ്റ് സത്യമാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് താഴത്ത് ഒരുപാട് ചർച്ചകളും മറ്റൊക്കെ നടക്കും. അത്തരം ചർച്ചകളും ഈ ട്വീറ്റുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ളതാണ്. ചില ആളുകൾ ശരിക്കും എന്താണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ യഥാർത്ഥത്തിൽ അറിയണം എന്നുള്ള ആഗ്രഹത്തോടെ കാരൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്ത് എന്ന് അറിഞ്ഞതിന്റെ ഭാഗമായിട്ട് അതിന് കൃത്യമായിട്ടും ഒരാൾ എഴുതിയിരിക്കുന്നത് അത് ഇങ്ങനെയാണ്: വാട്ട് ഈസ് ന്യൂസ് ഓൺ ദ ഇൻസൈഡ് ബിറ്റ്വീൻ സൂപ്പർ എഡിറ്റ് ആൻഡ് മമ്മൂട്ടി ടേക്കിംഗ് ബ്രേക്ക് എന്നൊക്കെ ഇനി ലെജിറ്റ് സ്കോപ്പ് വിശ്വസിക്കാവുന്ന എന്തെങ്കിലും കാരണങ്ങൾ മറ്റും ഉണ്ടോ? അപ്പോൾ വരുൺ ആർ എന്ന് പറയുന്ന അതേ മനുഷ്യൻ തന്നെ എഴുതിയിരിക്കുന്നത് കോളൻ ക്യാൻസർ പ്ലാനിംഗ് ഗോ ടു US ഫോർ ട്രീറ്റ്മെന്റ് നൗ ഇൻ അപ്പോളോ ചെന്നൈ എന്നാണ്. ഇപ്പോൾ അദ്ദേഹം അപ്പോളോ ആശുപത്രി ചെന്നൈയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഒരു തുടർ ചികിത്സയ്ക്കായിട്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകാൻ നിൽക്കുന്നു. ചെറുകുടലിന് ഒരു ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. പക്ഷെ ആ ക്യാൻസർ അത്ര വലിയ കാര്യമുള്ള, വലിയ ഭയപ്പെടേണ്ട ഒരു അവസ്ഥയല്ല, ഫസ്റ്റ് സ്റ്റേജിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ ഫൈറ്റ് പടങ്ങൾ ചെയ്യാനോ ഒരു മാസ് പടങ്ങൾ ചെയ്യാനൊന്നും മമ്മൂട്ടിക്ക് സാധിക്കില്ല എന്ന രീതിയിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഭീകരമായ ചർച്ച നടക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ ഇദ്ദേഹത്തിന് ഇതിങ്ങനെ എന്താ പറയാ സംഭവിച്ചിട്ട് സന്തോഷിക്കുന്ന ആൾക്കാരെ പോലും നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ആ പേട്ടൻ ആരാധകരായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നത്. അങ്ങനെ കുറെ മൊയ്ന്ത ആരാധകർ നമ്മുടെ ഇടയിലുണ്ടല്ലോ. എന്തായാലും മമ്മൂട്ടിക്ക് ഒരു ചെറുകൂട്ടിലൊരു ചെറിയ ക്യാൻസർ ഉണ്ട്. പക്ഷെ അത് ഫസ്റ്റ് സ്റ്റേജിലാണ്.
ചികിത്സിച്ചാൽ വളരെ ഭേദമാവുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല കീമോതെറാപ്പിയോ മറ്റൊന്നും ആവശ്യമില്ല. ഒരു ചെറിയ ലേസർ ട്രീറ്റ്മെന്റ് മാത്രമാണ് അതിന് ആവശ്യമുള്ളൂ. എന്തായാലും ഏപ്രിൽ വാരം 2ാം വാരത്തോട് കൂടിയിട്ട് അദ്ദേഹം വീണ്ടും ഈ ഒരു സിനിമാ ഷൂട്ടിങ്ങിലേക്ക് വീണ്ടും റീജോയിൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്ത. എന്തായാലും മറുനാടൻ മലയാളി കുറെ ആളുകളൊക്കെ വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. ഇദ്ദേഹമാണ് പറയുന്നത് എന്നുകൊണ്ടാണ് എനിക്ക് ഞാൻ ഇതിലൊരു 100% ഒരു ക്രെഡിറ്റ് ഒന്നും എടുക്കാത്തത്. വിശ്വാസയോഗ്യത എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. എന്തായാലും നമുക്ക് കേൾക്കാം. സുമന്തിത് മമ്മൂട്ടി ടേക്കിംഗ് ബ്രേക്ക് എന്നൊക്കെ എനി ലെജിറ്റിമേറ്റ് സ്കോപ്പ്. അപ്പോൾ വരുൺ മറുപടി കോളൻ ക്യാൻസർ പ്ലാനിംഗ് ടു ഗോ ടു US ഫോർ ട്രീറ്റ്മെന്റ് നൗ ഇൻ അപ്പോളോ ചെന്നൈ. കുടലിന് ക്യാൻസർ ആണെന്നും അദ്ദേഹം ചെന്നൈയിൽ അപ്പോളോയിലാണെന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നു എന്നാണ് വരുണിന്റെ കുറിപ്പ്. ശ്രദ്ധേയമായ മറ്റൊരു കുറിപ്പ്, മഹേഷ് നാരായണൻ പടം ഇക്കായ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഡ്രോപ്പ് ആയെന്നും പോസ്റ്റ്പോൺ ചെയ്തു എന്നുമൊക്കെ റൂമേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ. പുള്ളി ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലെന്നും ഇനി ആക്ഷൻ പടങ്ങൾ ഉണ്ടാവില്ലെന്നും ഒക്കെ കേൾക്കുന്നു. ഇത്തരത്തിൽ ആ ട്വീറ്റും അതിന്റെ ചർച്ചകളും തുടരുകയാണ്. ഇങ്ങനെ ഒരു മലയാളത്തിൽ ട്വീറ്റ് വന്നപ്പോൾ അതിന്റെ തൊട്ട് താഴെ നമുക്ക് കാണാൻ കഴിയും കൃത്യമായിട്ട് ബിഗ് എം ഈസ് എന്താ പറയാ അദ്ദേഹത്തിന് ഡയഗ്നോസ് ചെയ്തിരിക്കുന്ന ക്യാൻസർ എന്നുള്ളതാണ്. ഞാനൊക്കെ അത്ഭുതപ്പെടുന്നത് ഭക്ഷണത്തിൽ ഇത്ര അധികം ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യന്, ആരോഗ്യത്തിൽ ഇത്ര അധികം ശ്രദ്ധിക്കുന്ന മനുഷ്യന് ഒരുപക്ഷെ നമ്മുടെ മലയാളത്തിൽ വേറെ ഉണ്ടാവില്ല. ഏറ്റവും നന്നായി എക്സസൈസ് ചെയ്യുന്നു, ഭക്ഷണ കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് ക്ലീനായിട്ട് ശ്രദ്ധിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊരു മനുഷ്യന് പോലും ഇത്തരത്തിലുള്ളൊരു ക്യാൻസർ വരെയുള്ള കാരണം എന്ത് എന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ എന്തായിരിക്കും, നമ്മുടെയൊക്കെ ഒരു അവസാന കാലഘട്ടങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മളൊക്കെ കൂടുതലായി ചിന്തിക്കേണ്ടതാണ്. കാരണം അത്രയധികം കീനായിട്ട് ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള അവസരങ്ങളുണ്ട്, അത്രയ്ക്ക് അധികം ആളുകൾ ഒപ്പമുണ്ട്. ഏത് നിമിഷവും അദ്ദേഹത്തിന് സംഭവിക്കുന്ന എന്ത് പ്രശ്നത്തെയും നമുക്ക് തരണം ചെയ്യാൻ കഴിയുന്ന ആൾക്കാരൊക്കെ ഒപ്പമുണ്ട്. അതായത് ഇപ്പോഴും ഇദ്ദേഹത്തിന് കിട്ടിയ ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം അകാരണമായി ഛർദ്ദിക്കാറുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. വാസ്തവത്തിൽ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു? ക്യാൻസർ ബാധിതനാണോ? ഷൂട്ടിംഗ് മുഴുവൻ നിർത്തിവെച്ചിട്ടുണ്ടോ? ഇനി അഭിനയം സാധ്യമല്ലാത്ത സാഹചര്യമുണ്ടോ? ഗൗരവമായ ഒരു സ്റ്റേജിലെ അല്ല, 1ാമത്തെ സ്റ്റേജാണ്. തുടർന്ന് ചെന്നൈ അപ്പോളോയിലേക്ക് മാറ്റുകയായിരുന്നു. മമ്മൂട്ടിയുടെ മകൾ സുറുമയുടെ ഭർത്താവ് അപ്പോളോയിലെ ഡോക്ടറാണ്. അവിടെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തി പേടിക്കാൻ ഒന്നുമില്ലെന്നും പ്രാഥമികമായ ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് തുടർന്നും അഭിനയിക്കാൻ ഒരു തടസ്സവുമില്ല എന്നും വ്യക്തമായിട്ടുണ്ട്. വളരെ വിശദമായ പരിശോധനകളാണ് നടത്തിയത്. അതുകൊണ്ടാണ് മലദ്വാരത്തിൽ ക്യാൻസർ മമ്മൂട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതായത് പേടിക്കേണ്ടതായി ഒന്നുമില്ല. ക്യാൻസറിന്റെ ചെറിയ തുടക്കമായിരുന്നു. ചെന്നൈ അപ്പോളോയിൽ അത് പരിശോധിച്ച് കണ്ടെത്തി. മമ്മൂട്ടിയുടെ മകൻ സ്വന്തമായി വലിയ പേരുള്ള നടനാണെങ്കിൽ പാപ്പച്ചിയാണ് ദുൽഖറിനല്ല. അതുകൊണ്ട് തന്നെ പാപ്പച്ചിക്ക് രോഗം ബാധിച്ചു എന്ന് വാർത്ത വന്നപ്പോൾ ദുൽഖറും എത്തി. അങ്ങനെ ചിലയിടങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. കൃത്യമായ ഫണ്ട് കൊടുക്കാൻ കഴിയുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ മറ്റു ചില നിർമ്മാതാക്കളെ കണ്ടെത്തുന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിംഗിൽ തടസ്സമുണ്ടായാൽ അതിന് കാരണം മമ്മൂട്ടിയുടെ ആരോഗ്യമല്ല, നേരെ മറിച്ച് സിനിമയിൽ ഫണ്ട് ചെയ്യുന്നവരുടെ പ്രശ്നമാണ് എന്നാണ് ആ സിനിമയുമായി ബന്ധമുള്ള ഒരാൾ എന്നോട് പറഞ്ഞത്. എന്തായാലും മമ്മൂട്ടി രോഗബാധിതനാണ് എന്നത് സത്യമാണ്. എന്നാൽ ആശങ്കപ്പെടേണ്ടതോ ഭയപ്പെടേണ്ടതായി ഒന്നുമില്ല. ക്യാൻസറിന്റെ സുഹൃത്തുക്കളെ, മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വിശ്വസിക്കാമെങ്കിൽ, ഈ സാജൻ സ്കറിയെ വിശ്വസിക്കാമെങ്കിൽ മമ്മൂട്ടിക്ക് ഈ പറഞ്ഞ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം മലയാളികൾ ഒട്ടുമിക്ക ആൾക്കാരും ഭയപ്പെടുന്ന, അങ്ങനെ ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുടുംബം മുഴുവൻ നശിച്ച് നാറാണക്കല്ല് പിടിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് എല്ലാവർക്കും ഒക്കെ സംഭവിക്കുക. നമുക്കറിയാം, സ്വാഭാവികമായിട്ടൊരു മിഡിൽ ക്ലാസ് ആളുകളുടെയൊക്കെ ലൈഫ് അത് ഭീകരമാണ്. എന്തൊക്കെയായാലും ഇങ്ങനെ അധികം വളരെ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യന് പോലും ഇത്തരത്തിലൊക്കെ അസുഖം വരുന്നു വെച്ചുമ്പോൾ നമ്മൾ വളരെയധികം ഭയപ്പെടുന്നു എന്നുള്ള അവസ്ഥയിലേക്കാണ് ഞാനൊക്കെ പോകുന്നത്. അദ്ദേഹത്തിന് ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും ഉണ്ടാവരുതെന്ന് മനസ്സറിഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും പഴയതുപോലെ സിനിമാ രംഗത്തിലേക്ക് അദ്ദേഹം വരുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അത്ര വലിയ അപകട നിലയിലൊന്നല്ല മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ. വളരെ കീമോ പോലും തുടങ്ങേണ്ട ആവശ്യമില്ല. വീണ്ടും പഴയതുപോലെ നമ്മുടെ സിനിമാ രംഗത്തേക്ക് അദ്ദേഹം തിരിച്ചു വരാൻ കഴിയും. അത് ഈ ഏപ്രിൽ മാസം ഒരു പകുതി ആകുമ്പോഴത്തേന് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളല്ല. എന്തൊക്കെയായാലും എനിക്ക് പറയാനുള്ളത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ആരോഗ്യ രംഗത്തിലൊക്കെ സമയാസമയത്ത് ഭക്ഷണം കഴിക്കുവാനും സമയാസമയത്ത് ഉറങ്ങുവാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെയധികം കൂടുതലായിട്ട് കീനായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഒരു ഗ്ലൂമി അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു വാർത്തയാണ്. വളരെയധികം വിഷമത്തിലേക്ക് എത്തിക്കുന്ന വാർത്തയാണ്. കാരണം നമ്മളെല്ലാവരും ഒരുപക്ഷെ എത്ര കോടി മലയാളികളുണ്ടോ ആ ഒരു കോടി മലയാളികൾ മുഴുവൻ അദ്ദേഹത്തിന്റെ റിക്കവറിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും അദ്ദേഹത്തിന് ഗെറ്റ് വെൽ സൂൺ, ഏറ്റവും ഗംഭീരമായിട്ട് കൂടുതൽ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരട്ടെ എന്നും കൂടുതൽ അഭിനയ നിമിഷങ്ങൾ നമുക്ക് തരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു സുഹൃത്തുക്കളെ. ബൈ.